യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പ്രഖ്യാപനത്തിന് പിന്നാലെ നേതൃത്വത്തെ വെല്ലുവിളിച്ച് അബിൻ വർക്കി പുതിയ പദവി ഏറ്റെടുക്കില്ല, ദേശീയ സെക്രട്ടറിയാകാൻ താൽപര്യവുമില്ല, കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നും അബിൻ വർക്കിയുടെ പ്രതികരണം. താനൊരു ക്രിസ്ത്യൻ ആയതാണോ പ്രശ്നമെന്നും അബിൻ വർക്കി ചോദിക്കുന്നുണ്ട്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, പരസ്യമായി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് അബിൻ വർക്കി. തീർച്ചയായും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിലേക്കുള്ള പ്രഖ്യാപനം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. പരസ്യ പ്രതികരണത്തിലേക്ക് അത് കടക്കുന്നു എന്നാണ് ഇന്ന് നേരത്തെ അബിൻ വർക്കി മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് പരസ്യമായി തന്റെ അതൃപ്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, കോൺഗ്രസിനകത്ത് തന്നെ ഈ അബിൻ വർക്കിക്ക് ഇത്തരത്തിൽ അധ്യക്ഷ പദവി നൽകാത്തതിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലധികം വോട്ട് നേടിക്കൊണ്ട് 2ാം സ്ഥാനത്താണ് അബിൻ വർക്കി എത്തിയിരുന്നത്. എന്നാൽ ഈ അബിൻ വർക്കിയെ തള്ളിക്കൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഏറ്റവും പിന്നിൽ, അതായത് 4ാം സ്ഥാനത്തെ ഉണ്ടായിരുന്ന OJ ജനീഷിനെ ആണ് ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലാണ് വലിയ അതൃപ്തിയുള്ളത്. അതിവൈകാരികമായിട്ടാണ് അബിൻ വർക്കി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. താൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചതാണ്, താൻ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി ജയിലിൽ പോയി കോൺഗ്രസിന് വേണ്ടി എല്ലാ രീതിയിലും പ്രവർത്തിച്ചു. പക്ഷെ അപ്പോഴും പരസ്യമായി തന്നെ ഇത്തരത്തിൽ അവഗണിച്ചതിൽ ഒരു വലിയ അതൃപ്തി ഈ അബിൻ വർക്കി തുറന്നു പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലധികം വോട്ട് നേടി 2ാം സ്ഥാനത്തെത്തിയിട്ടും എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഈ അബിൻ വർക്കി പറഞ്ഞത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമവാക്യമാണോ ഈ അബിൻ വർക്കിയെ പരിഗണിക്കാത്തതിന് കാരണമായത് എന്ന ചോദ്യത്തിന് അബിൻ വർക്കി പറഞ്ഞത്, താനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ തന്നെ പരിഗണിക്കാത്തത് എന്ന ചോദ്യത്തിന് അത് പറയേണ്ടത് താനല്ല, അത് മുതിർന്ന നേതാക്കളാണ് എന്നാണ്. അതായത് ഇത് പരസ്യമായി അത് കളയുന്നില്ല. താനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ടാണോ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തത് എന്ന ചോദ്യത്തിന് ഒരു രീതിയിലും, അതായത് ആ ചോദ്യത്തെ തള്ളിക്കളയാതെ അത് അംഗീകരിക്കുകയാണ് അബിൻ വർക്കി ചെയ്തിരിക്കുന്നത്. ഇതിന് ഉത്തരം, അല്ലെങ്കിൽ അതൊക്കെ പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ് എന്നുകൂടി അബിൻ വർക്കി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ രീതിയിൽ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള കഴിഞ്ഞ 51 ദിവസത്തിന് ശേഷമാണ്, ഈ വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം 51 ദിവസത്തിന് ശേഷമാണ് ഈ കോൺഗ്രസ് നേതൃത്വം ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ നിയമിക്കുന്നത്. അതാണ് ഇപ്പോൾ കോൺഗ്രസിന് വലിയ തലവേദനയായിക്കൊണ്ട് വലിയ പൊട്ടിത്തെറിയിലേക്ക് അടക്കം കടക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അബിൻ വർക്കി അതിവൈകാരികമായിട്ടുള്ളൊരു തുറന്നു പറച്ചിൽ കൂടിയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിരിക്കുന്നത്. തനിക്ക് കേരളത്തിൽ തന്നെ പ്രവർത്തിച്ചാൽ മതി, കേരളത്തിന് പുറത്തേക്ക് പോകണ്ട, താൻ അത് പാർട്ടി നേതൃത്വത്തോട് അപേക്ഷിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ ഈ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ അപേക്ഷിച്ചിട്ടുണ്ട്. തനിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന സാഹചര്യമാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ നിന്ന് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഇനി എന്തായാലും അറിയാനുള്ളത് ഈ പ്രഖ്യാപനത്തിന് ശേഷം ഈ അബിൻ വർക്കിയുടെ ഈ കാര്യം അത് നേതാക്കൾ ഏത് രീതിയിൽ മുഖവിലക്കെടുക്കും എന്നുകൂടിയാണ് നമുക്കിനി അറിയേണ്ടത്. ശരി.